കോഴിക്കോട്ടെ പലയിടങ്ങളിലും ഇപ്പോഴും മെഹഫിലുകൾ സജീവമാണ്. അവധി ദിനങ്ങളിൽ വീട്ടകങ്ങളിൽ ഒത്തുകൂടുന്നവർ മദ്യവരുവോളം പാടിത്തിമർക്കും. ജാതിമത പ്രായ വ്യത്യാസമില്ലാതെ സംഗീതത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പറ്റം ആളുകളെ കാണാമിനി. മെഹഫിലുകൾ നിരവധിയുണ്ടായിരുന്ന കോഴിക്കോടൻ സംഗീത പാരമ്പര്യത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. എന്നാൽ ഇന്നും അവധി ദിനങ്ങളിൽ പലയിടങ്ങളിലും മെഹഫിലുകൾ സജീവം. മുഹമ്മദ് റാഫിയുടേതടക്കം ആസ്വാദക ഹൃദയം കീഴടക്കിയ അനശ്വര ഗാനങ്ങൾ ഒത്തുചേരലിനെ സമ്പന്നമാക്കും. നിലമ്പൂർ ആയിഷയടക്കം പ്രബലർ കൂടി ഭാഗമായാൽ ചെറുതെങ്കിലും മെഹഫിൽ ആസ്വാദകരെ അങ്ങനെ പിടിച്ചിരുത്തും. ഇത്തരം പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ വളർന്നു വരുന്ന യുവതലമുറയോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടെ മനുഷ്യരോട് പെരുമാറാനും നമ്മളൊരു കലാജീവിതം അത് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മാധ്യമമാണ് ഈ കല. പഴയ കാലത്തെ സംഗീത താല്പര്യമുള്ളവരൊക്കെ ഇന്നും ആ ആവേശത്തിൽ തന്നെയാണ്. പുതിയ തലമുറക്ക് പുതിയ പാട്ടുകളുണ്ട്. പഴയ പാട്ടുകൾ അനുസ്മരിക്കാനും അത് പാടി സന്തോഷിക്കാനും ഇത്തരം കൂട്ടായ്മകൾ ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഒന്നിച്ചിരുന്ന 1000 പാട്ടുകളെ ഹൃദയത്തോട് ചേർത്തവർ മതി വരുവോളം പാടും. വീട്ടകങ്ങൾ സംഗീതത്തിൽ അലിയും. വോൾവോ ബസ്സിൽ വന്നിറങ്ങിയിട്ട് ജയ ഓഡിറ്റോറിയത്തിൽ റൂം എടുത്തിട്ട് ഇവിടെ വന്ന് പാട്ട് കേട്ടിട്ട് രാത്രി 8 മണിക്ക് അങ്ങ് മടങ്ങിപ്പോയ ആളുകളുണ്ട് ഇവിടെ. കോഴിക്കോട് കുളങ്ങര പീടികയിൽ തണലെന്ന കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. റിപ്പോർട്ടർ കോഴിക്കോട്.